പറഞ്ഞൊന്ന് ഓഫീസർ ഒന്ന് കാണാൻ പറ്റുമോന്ന് വെച്ചപ്പോ അവർ പറഞ്ഞു പോയി കണ്ടോന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ട് പിന്നെ അവരോട് കാര്യങ്ങൾ വിശദമായിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ആണ് കാര്യങ്ങള്. ബർത്ത് സർട്ടിഫിക്കറ്റും ആധാറിലൊക്കെ ഓക്കെയാണ്. ഇതിൽ മാത്രം ഇതിങ്ങനെ വന്നതാണ് അങ്ങനെയാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, പിന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്താ പറയാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശരിക്കും പിന്നെ ഭയങ്കര അതിശയമായി പോയി. മറ്റുള്ള താഴത്തെ പിന്നെ ട്രാവൽസിന്റെ ആൾക്കാര് ഭയങ്കര അതിശയായി പോയി. കാരണം ഇത് കുഴപ്പമില്ലാന്ന് അവര് പറഞ്ഞു, ഇത് എന്തായാലും ശരിയാവൂല, പിന്നെ അങ്ങനെ കൊണ്ടിരും ഇങ്ങനെ കൊണ്ടിരും എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, പഠിച്ചവനോട് നമുക്ക് പറയാം. നമുക്ക് അള്ളാഹിനോട് നമ്മൾ പറഞ്ഞാല്, തവക്കുൽ അള്ളാഹുൽ ചെയ്താല്, ദുആ ചെയ്താല് അത് റബ്ബ് എന്ത് എന്ത് ചെറിയ ഇത് എന്ത് കാര്യമാണെങ്കിലും അത് നമുക്ക് അള്ളാഹ് എളുപ്പാക്കി തരും എന്ന് പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഇല്ലാണ്ട് അൽഹംദുലില്ലാ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടിയ അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ അങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ വിചാരിക്കുന്നതല്ലേ അള്ളാഹ് അത് എങ്ങനെ ശരിയാക്കുക. എന്നോട് ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോ എന്റെ മാപ്പിള വെറുതെ കളിയാക്കൂ, ഇന്റെ അത് ശരിയാക്കി തരത്തല്ലേ പഠിച്ചവന് പണി. ഞാൻ പറയാം എല്ലാ പണിയും പഠിച്ചവനുണ്ട്, എല്ലാം പഠിച്ചവന് എല്ലാം ശരിയാക്കി തരാം. എന്നെ കളിയാക്കുന്നതാ. ഞാൻ എല്ലാത്തിനും പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ദുആ ചെയ്താൽ മതി ഇങ്ങനെ പറയുമ്പോ പിന്നെ ശരിക്കും അൽഹംദുലില്ലാ 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 ശരിക്കും നമ്മൾ എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്ത് കഴിഞ്ഞാല് അത് അള്ളാഹ് എളുപ്പാക്കി തരും. ഒരു ഇതും വേണ്ട, എന്താ പറയാ, നമുക്കൊരു സംശയം അതിൽ വേണ്ടേ വേണ്ട. അത്രയും നമ്മളെ മനസ്സിൽ ആ ഒരു വിശ്വാസം വേണം, യഖീന് വേണം. റബ്ബ് വിചാരിച്ചാൽ നടക്കാത്ത എന്താ കാര്യമില്ല. ഇപ്പൊ സമുദ്രത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, മൂസാ നബിക്ക് അള്ളാഹ് സമുദ്രം പിളർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ റബ്ബിന് കഴിയാത്തതായിട്ട് എന്താ ഉള്ളത് ഇല്ലേ? സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്ക് ആ വിശ്വാസം വേണം, ആ ഒരു ഉറച്ച വിശ്വാസം. അതുണ്ടെങ്കിൽ അള്ളാഹ് എന്തായാലും നമ്മളെ കാര്യങ്ങൾ അള്ളാഹ് എളുപ്പമാക്കി തരാം. ആ ഒരു വിശ്വാസത്തോടെ ദുആ ചെയ്താൽ മതി ഇൻഷാ അള്ളാഹ്. അപ്പോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും അൽഹംദുലില്ലാ ഒരുപാട് ആൾക്കാർ ഓരോ പിന്നെ അനുഭവങ്ങൾ ഷെയർ ചെയ്തു. പിന്നെ അതുപോലെ കുറെ കാര്യങ്ങൾ ഉണർത്തി. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാ സുന്നത്തുകളും എല്ലാ സ്വർഗം കിട്ടുന്ന കാര്യങ്ങളും മിസ് ചെയ്യാണ്ട് ഓരോ ദിവസവും അല്ലെ, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യമായിട്ട് നമ്മൾ കരുതുന്ന ഒരു സുബ്ഹാനല്ലാഹ് പോലും നമ്മൾ എന്താക്കണ്ട, വെറുതെ വാഴാക്കണ്ട. കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ പിന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് നമ്മൾ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ നമുക്ക് ഔദ്യോഗികമായ ക്ലാസ് നമുക്ക് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത്ര നേരം നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഉള്ള വർത്താനങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما رب زدنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹുവിന്റെ കലാമ് പറയുന്ന ഒരു സദസ്സിൽ ഇരിക്കാൻ, ഒരുമിച്ചിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കട്ടെ. പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നിലനിർത്തി മരണം വരെ ജീവിതത്തിന്റെ കൂടെ അള്ളാഹുവിന്റെ കലാമിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ നമ്മള് സൂറത്തുൽ അഹ്ഖാഫ് ആണ് എടുത്തോണ്ടിരിക്കുന്നത്. നമ്മള് 26 ആയത്തുകളാണ് നമ്മൾ എടുത്തു കഴിഞ്ഞത്. ഇന്ന് നമുക്ക് 27ാമത്തെ ആയത്താണ് എടുക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആയത്തിലേക്ക് കിടക്കാം. അതായത് ആദ്യ സമുദായത്തിന് മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് വന്ന ശിക്ഷയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അവര് അതിനെ നിസ്സാരമായി കണ്ടു, വിശ്വസിച്ചില്ല. അള്ളാഹുവിന്റെ ദൂതന്മാരെ അവര് അവിശ്വസിച്ച് കളവാക്കി തള്ളിക്കളഞ്ഞു അല്ലെ. അത് കാരണത്താല് അവർക്ക് അള്ളാഹു തആല ശിക്ഷ നൽകി. അത് മാത്രല്ല അല്ലെ, അവർക്ക് അള്ളാഹു തആല നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാല് കാഴ്ചയും കേൾവിയും ഹൃദയങ്ങളൊക്കെ അള്ളാഹു തആല അനുഗ്രഹീതമായ രീതിയിൽ നൽകിയിട്ട് അതിനെ അവര് യഥാർത്ഥ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും നമ്മുടെ ഹൃദയങ്ങളും
അള്ളാഹുവിന് വഴിപ്പെടുന്ന രീതിയിൽ തന്നെയാണോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അവര് പരിഹസിച്ച കാര്യം അവരെ വലയം ചെയ്തു അല്ലെ, അവരെ നശിപ്പിച്ച് ഏഹ് ഉം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ച്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യം നോക്കുക, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മളെ കാഴ്ചയും കേൾവിയും എല്ലാം അള്ളാഹുവിന് വഴിപ്പെട്ട് തന്നെയാണോ. ശരിക്കും ഞാനിങ്ങനെ എന്റെ കാര്യം പറയുന്ന കുറച്ച് ദിവസമായിട്ട് കല്യാണങ്ങളും വിരുന്നും അങ്ങനെയുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോ ശരിക്കും എന്താ പറയാ, യഥാർത്ഥ രീതിയിൽ പൂർണ്ണമായിട്ട് നമുക്ക് അല്ലാത്ത സമയത്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന പോലത്തെ ആ ഒരു ഇത് കിട്ടുന്നില്ല. വേണ്ട രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര അശ്രദ്ധയായിരുന്നു. എപ്പോഴും തിരക്കും കാര്യങ്ങളുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. അത്ര വലിയ തിരക്കൊന്നും അല്ലെങ്കിലും നമുക്ക് പല കാര്യങ്ങളും നമ്മളതായ ഇബാദത്തുകളിൽ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരുന്ന അവസ്ഥ. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പലതും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹു നമുക്ക് ഏത് തിരക്കിലും എങ്ങനെയുള്ള സാഹചര്യത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം കല്യാണ തിരക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാല് ശരിക്കും ഞാൻ വിചാരിക്കുന്നത് നമ്മളെ സമൂഹം, നമ്മുടെ മുസ്ലിം ഉമ്മത്ത് തന്നെ എങ്ങോട്ടാണ് യാത്ര, എങ്ങോട്ടേക്കാ ഈ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ശരിക്കും വല്ലാതെ മനപ്രയാസം ഉണ്ടാക്കുന്നു. ആർക്കും ഒന്നും പറയാനും ചെയ്യാനും ഒന്നും പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥയും കാണുന്ന കാഴ്ചകളൊക്കെ അങ്ങനെ. മാറ്റി നിർത്തുന്നത് സുന്നത്തുകൾ പോലുമല്ല. സുന്നത്തുകളാണെങ്കിൽ പിന്നെയും വിചാരിക്കാൻ അത് സുന്നത്തല്ലേ, അതിനെപ്പോലും നമ്മൾ സുന്നത്തല്ലേ എന്ന് വിചാരിക്കാൻ പോലും പറ്റൂല. പക്ഷെ ഫർളായ കാര്യങ്ങളോട് പോലും മനുഷ്യന്മാര് എന്താ പറയാ, ഒരു നിസ്സാരവൽക്കരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇങ്ങനെ കൺമുമ്പിൽ കണ്ടിട്ട് ശരിക്കും എന്താണ് എല്ലാവരുടെയും മാനസികാവസ്ഥ എന്തായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ? അറിവില്ലാത്തത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവെ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ അറിവ് നൽകി ആ ഒരു ബോധം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട്. ഇനി അറിവുണ്ടായിട്ടും അതിനെ നിസ്സാരവൽക്കരിക്കുന്നതാണോ എങ്കിൽ അള്ളാഹുവെ അതിന്റെ ഗൗരവത്തെ അവർക്ക് മനസ്സിലാക്കി അവരിൽ നിന്ന് വന്ന വീഴ്ചകൾ പുറത്തു കൊടുത്ത് യഥാർത്ഥ രീതിയിൽ, അവരിൽ നിന്നല്ല നമ്മളിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന വീഴ്ചകള് അള്ളാഹു നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. എല്ലാവർക്കും സത്യം സത്യമായി മനസ്സിലാക്കാനും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ നേരത്തെ സ്വർഗ്ഗം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. കുറെ പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ബാങ്ക് ശ്രദ്ധിച്ചു കേൾക്കുന്നതും ജവാബ് ചെയ്യുന്നതും അല്ലെ, അതിനുശേഷമുള്ള പ്രാർത്ഥനയും അതൊക്കെ നമ്മൾ സ്വർഗം കിട്ടുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം വുളൂ ചെയ്യുന്നതും വുളൂവിന്റെ ശേഷമുള്ള പ്രാർത്ഥനയും നിസ്കാര ശേഷം സൂറത്തിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നതും അതിനുശേഷമുള്ള ദിക്റുകളും ഒക്കെ നമുക്ക് സ്വർഗം കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ സ്വർഗം കിട്ടുന്ന കാര്യങ്ങളായിട്ട് അതെല്ലാം നമ്മളിപ്പോ ഈ പറഞ്ഞ ഒരു നമുക്ക് നല്ല തിരക്കുള്ള ഒരു ദിവസം എന്ന് വിചാരിക്കാം. വീട്ടിലൊരു കല്യാണോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരുടെ എന്തെങ്കിലും ഫങ്ഷൻസോ എന്തെങ്കിലും അങ്ങനെ തിരക്ക് നമ്മൾ പോകലോ ആക്കലെല്ലാം ആകുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ നഷ്ടമാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത് അല്ലെ. ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ ശരിക്കും. അപ്പൊ ഇതന്നെ വലിയ നഷ്ടമാണ്. അതേസമയം ഒരു ഫർളായ നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാതെ പിന്നെ അതിന്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഖളാ വീട്ടി നിസ്കരിക്കാന്നൊക്കെ പറയുന്നത് ശരിക്കും അറിവില്ലായ്മ കൊണ്ടായിരിക്കും അല്ലെ. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ, ശരിയായ അറിവ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അറിഞ്ഞിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ പാപമാണല്ലേ. നിസ്കാരം ഉപേക്ഷിക്കാന്ന് പറയുന്നത് അത് ഒരു മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിക്കുന്ന ഒരു വിഷയം. അപ്പം അതുകൊണ്ട് ഇപ്പൊ നമ്മളെ ശരീരത്തിനോട് നമ്മളോട് നമുക്കൊരു ഹക്കുണ്ട് അല്ലെ. കാണാൻ ഇപ്പം കണ്ണുകൾ അള്ളാഹു തആല തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാം കാണാൻ പറ്റൂല. ആ കണ്ണുകൾ നമ്മൾ നല്ലത് അള്ളാഹുവിന്റെ തൃപ്തിയിലായിട്ടുള്ളത് മാത്രം കാണാനാണ് നമ്മളെ കണ്ണുകൾ അള്ളാഹു തആല തന്നത് അല്ലെ. നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക. കാതുകൾ, ഹൃദയങ്ങൾ അല്ലെ. ഇപ്പം നിസ്കാരം ഉപേക്ഷിക്കുന്ന പോലെ തന്നെ സംഭവിക്കുന്ന വലിയ ഗുരുതരമായ ഒരു തിന്മയാണെന്ത്, ആണുങ്ങള് പുരുഷന്മാര് ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നത്.
പള്ളിന്റെ മുന്നിലെ കൂടിയാണ് വരുന്നെങ്കിൽ പോലും അവിടെ ഒന്ന് ഇറങ്ങി നിസ്കരിക്കാനുള്ള ഒരു മനസ്സ് കാണാത്ത അത്രയും ഹൃദയം എന്താ പറയാ കുടുസായി പോയ ഒരവസ്ഥ. ശരിക്കും ചിന്തിച്ചു നോക്കിയാട്ടെ അല്ലെ? വേണ്ടാത്ത, അതായത് ഒരു ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കും ഭയങ്കര പ്രാധാന്യം, ഭയങ്കര പ്രാധാന്യം. എന്നിട്ട് ആ സമയത്ത് പിന്നെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉള്ളതാണ് ഈ നിസ്കാരം എന്ന് പറയുന്നത് അല്ലെ? എല്ലാ 5 നേരവും ഉള്ളത് എല്ലാവർക്കും അറിയാം, അതിന്റെ സമയം അറിയാം. അത് സമയം അറിയാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മളടുത്തുണ്ട്. ബാങ്ക് കേൾക്കാതിരുന്നാൽ പോലും നമുക്കറിയാം ഇന്ന് ഇത്ര സമയത്ത് ഇന്ന സമയത്താണ് നിസ്കാരം കാര്യങ്ങൾ. പക്ഷെ എന്നിട്ടും അല്ലെ പള്ളി അടുത്തുണ്ടായിട്ടും ഒരു ജമാഅത്തിൽ പങ്കെടുക്കാതെ, അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടം ഈ ഒരു വിഷയം. അപ്പൊ ഞാനിത് പറയുന്നത് കേൾക്കുന്ന വീടുകളിലെ സ്ത്രീകള്, നിങ്ങളെ വീട്ടിലെ പുരുഷന്മാരുടെ ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തില് ബാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ അറിവെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ നിർബന്ധമായിട്ട് ആ വിഷയത്തിന്റെ പ്രാധാന്യം പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട്, അല്ലാതെ അവരെ എന്താ പറയാ കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് പിന്നെ ആ രീതിയിലല്ലാതെ വളരെ നല്ല രീതിയിൽ അതിന്റെ പ്രാധാന്യം മഹത്വം അത് ഉപേക്ഷിച്ചാലുള്ള അതിന്റെ ഗുരുതരമായ ആ തെറ്റും അതൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കാര്യത്തില് പിന്നെ എല്ലാവരും ഒരു ഇത് എന്താ പറയാ ഒരു പ്രാധാന്യം. നമ്മളിപ്പോ സ്ത്രീകളാ, നമ്മളെ കാര്യം നോക്കിയാൽ പോരെ, അവരെ കാര്യം നമ്മൾ നോക്കണോ എന്ന് വിചാരിക്കേണ്ട. ദഅവത്ത് എന്ന് പറയുന്നത് നമ്മളെ മേലെ ബാധ്യതയുള്ള ഒരു കാര്യമാണ് അല്ലെ? ഒരു ഇൽമ് നമുക്ക് എത്തിയാല് മറ്റുള്ളവരിലേക്ക് അത് നമ്മൾ എത്തിക്കുക എന്നുള്ളത് നമ്മളെ മേലെ ബാധ്യതയാണ്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പറയാൻ. ഇപ്പൊ ചില ആൾക്കാർക്ക് പറയും നമുക്കത് ഇങ്ങനെ പറയാൻ കഴിയൂല, അവരോട് അത് പറയാൻ കഴിയൂല, അവരത് സ്വീകരിക്കൂല, ഇങ്ങനൊക്കെ ആയിരിക്കും. അന്നേരം നമ്മൾ എന്താക്കണ്ടെന്ന് അറിയോ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ദുആ ചെയ്യാന്. അതന്നെയുള്ള ഒരു പരിഹാരം. റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യാ. നമ്മളെ ഭർത്താവോ നമ്മളെ ആൺമക്കളോ നമ്മളെ സഹോദരങ്ങളോ അവർ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്നില്ലെങ്കിൽ അതിന്റെ ഗൗരവത്തെ നമുക്ക് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അത് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, അല്ലാഹുവേ എനിക്കറിയാം റബ്ബേ ഇതിന്റെ പ്രാധാന്യം എനിക്കറിയാം, പക്ഷെ എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല അല്ലാഹുവേ. അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് അനുകൂലമാക്കി താ അല്ലാഹ്. അവരുടെ ഹൃദയത്തിൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കറബേ. അവർക്ക് നീ ഹിദായത്ത് കൊടുക്ക റഹ്മാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അവർക്കത് മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇല്ലേ, നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പം പിന്നെ സ്വർഗം എല്ലാവർക്കും കിട്ടണ്ടേ അല്ലെ? സ്വർഗത്തിലേക്ക് അങ്ങ് വെറുതെ അങ്ങ് പോകാൻ കഴിയോ? ഇല്ലാലോ. അപ്പം നമ്മളെ നിസ്സാരമായി കാണാതെ ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കാണാൻ പ്രത്യേകം ശ്രമിക്കുക. അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുക. നിങ്ങളെ വീടുകളിൽ നിങ്ങളുടെ മക്കളെ വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ ആ മക്കള് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് നിസ്കാരമുള്ള സമയമാണെങ്കിൽ നിസ്കരിച്ചനോ എന്നുള്ളത് 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത എന്തായാലും ഉണ്ടാവണം. അത് കളഞ്ഞിട്ടുള്ള ഒരു ആഘോഷവും നമുക്ക് വേണ്ട. കാരണം എന്താ അറിയോ? അതിലൊരു ബർക്കത്തും ഉണ്ടാവില്ല, അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല. അതിലൊരു അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല. പല പ്രശ്നങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുപോലെ ആൺകുട്ടികളാണെങ്കിൽ അവരെ പള്ളിയിൽ പറഞ്ഞയക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. ആ സമയത്ത് ഒരു വലിയ ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാക്കുക. അത് വലിയ ഓഡിറ്റോറിയത്തിലായിരിക്കും. അത് എങ്ങനെയാണെന്നറിയോ ഇത് സംഭവിക്കാന്? ഇപ്പൊ ഒരു 11 മണി 11:30 നിക്കാഹ്, എന്നിട്ട് അതിനോടനുബന്ധിച്ച് ഫുഡ്. അപ്പൊ ഈ ഫംഗ്ഷൻ ഇങ്ങനെ നീണ്ടു പോവുകയും ചെയ്യാന്. ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാരും പോകും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയായാലും തിരക്കി ഫുഡ് കഴിക്കും. അന്ന് നിസ്കാരം അത് പയ്യെ നിസ്കരിക്കാന്ന് പറയും അല്ലെ? അത് പിന്നെ നിസ്കരിക്കുക, പോയിട്ട് നിസ്കരിക്കുക, വീട്ടിലെത്തി നിസ്കരിക്കുക, കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാന്ന് പറയും. കുറെ ആൾക്കാർ മാഷാ അല്ലാഹ് നിസ്കരിക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പോ 1000 ആൾക്കാര് ഒരു പരിപാടിയാണെങ്കിൽ ഒരു 50-100 ആൾക്കാര് ചിലപ്പോ മാഷാ അല്ലാഹ് നിസ്കരിക്കുമായിരിക്കും. പക്ഷെ ബഹുഭൂരിപക്ഷ ആളുകളും പിന്നെ നിസ്കരിക്കാൻ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കുന്ന ആൾക്കാർ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഈ ഫംഗ്ഷന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അതില് എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവരെയും ഇതാക്കുകയും ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും. പുതിയണ്ണും ചെക്കനും ഉണ്ടാവും. അവരൊക്കെ ഈ സ്റ്റേജിൽ പ്രദർശന വസ്തുക്കളായിട്ട് ഇങ്ങനെ മണിക്കൂറുകളോളം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫംഗ്ഷനിലേക്ക് പോകേണ്ട ഒരുക്കത്തിലേക്ക് അവര് പോകുന്നുണ്ടാവും. ഡ്രസ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും,
അങ്ങനെയാണല്ലോ, ഒരു ദിവസം മുഴുവനും നീളുന്ന പരിപാടികളാണ് ഇന്നത്തെ കല്യാണങ്ങൾ എന്ന് പറയുമ്പോൾ. അങ്ങനെ അല്ലാത്തതും ഉണ്ടേ, വളരെ ലളിതമായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ എന്താ ഏറ്റവും ചെറിയ വിവാഹമാണ് ഏറ്റവും ഹൈറായ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയും, ഇതിപ്പോ ഞാൻ പറയുന്ന ഞാൻ എന്റെ ഒരു നേർക്കാഴ്ചയായിട്ട് നമ്മളിങ്ങനെ കണ്ടു വന്നിട്ട് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് എനിക്കൊരു പ്രയാസം. പക്ഷെ നമ്മൾ മുസ്ലിം ഉമ്മത്തല്ലേ, അല്ലാണ്ട് അന്യമതസ്ഥരൊന്നല്ല. ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് അത് ചിന്തിക്കേണ്ട, ആ ഭാഗം നമുക്ക് ചിന്തിക്കുകയേ വേണ്ട, അവരെന്തായാലും നമുക്ക്. പക്ഷെ നമ്മളെ സ്വന്തം അല്ലെ, സ്വന്തം ആൾക്കാര് ഈ പറഞ്ഞ രീതിയിൽ ഇസ്ലാമിന്റെ യാതൊരു എന്താ പറയാ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണല്ലോ നിസ്കാരം. ഈ ഫുഡിന് പിന്നെ അത്രയും വലിയ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്ന അവർക്ക് അങ്ങനെയുള്ള ഓഡിറ്റോറിയങ്ങളിൽ ഒരു നിസ്കാരത്തിലുള്ള ഒരു സൗകര്യം അറേഞ്ച് ചെയ്യാനുള്ള ഒരു എന്താ പറയാ സന്മനസ് കാണിച്ചുകൂടെ അല്ലെ. എന്നിട്ട് എല്ലാവരും പോയി ഒന്ന് ജമാഅത്തായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം. അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ പുരുഷന്മാരൊക്കെ മാഷാ അല്ലാഹ് പോയി നിസ്കരിക്കുന്നവരുണ്ട്. ഈ ഇതിന്റെ ഇടയിൽ അശ്രദ്ധമായി പോകുന്നവരും ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എല്ലാവർക്കും അത് ജീവിതത്തില് അതിൻ്റെതായ പ്രാധാന്യത്തോടെ എടുക്കാനും അത് അങ്ങനെയുള്ള സന്ദർഭവും സാഹചര്യം വരുമ്പോൾ അത് ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളില്ലേ ഇതൊന്നും മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ എത്രയും പ്രാധാന്യമുള്ള ഈ ഒരു സംഭവം മാറ്റി വെച്ചിട്ട് വേറെ എന്തെല്ലാം ചെയ്തിട്ട് എന്താ അവിടെ എന്താ പ്രയോജനം ഉള്ളത്? അല്ലാഹു അക്ബർ. അപ്പോ പിന്നെ നമുക്ക് ആയത്തിലേക്ക് കിടക്കാം. 27-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أهلكنا ما حولكم من القرى وصرفنا الآيات لعلهم يرجعون. ശരി പറഞ്ഞ പോലെ ഒരായത്തെടുക്കാൻ വരുമ്പോ എന്തെല്ലോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോലെ. അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാനില്ലേ എന്നെ കൊണ്ട് ഇത് ആരാ പറയിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. പടച്ചോൻ തന്നെയാണ്. അല്ലാണ്ട് എനിക്ക് ഇതിപ്പോ പറയാന് നമുക്കിതൊരു പ്ലാറ്റ്ഫോം ഇതല്ലേ ഉള്ളൂ പറയാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് സമൂഹത്തിൽ നടക്കുന്നതാണ്. ഇപ്പൊ നമ്മൾക്കിടയിൽ തന്നെ നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള സഹോദരിമാരുടെ ഒക്കെ കല്യാണങ്ങൾ വരുന്നുണ്ട്. വലിയ ആഘോഷ കല്യാണങ്ങൾ തന്നെയാണ് എല്ലാരും നടത്തുന്നതിന് ഒന്നും ഒരു കുറവുമില്ല. നിങ്ങൾ എത്ര ആൾക്കാരെ വേണമെങ്കിലും വിളിച്ചോ, ഭക്ഷണം കൊടുത്തോ, എത്ര ഭക്ഷണം വേണമെങ്കിൽ കൊടുത്തോ, അതിനൊന്നും എനിക്ക് ഒരു പരാതിയും ഇല്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങളെല്ലാം ഭാഗത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചാല് അത് ഒരു ഹൈറായിരിക്കും. നമ്മളൊരു മാതൃക, നമ്മളെ ഗ്രൂപ്പിൽ തന്നെയുള്ള നമ്മളെ തൻസിഹ ഇല്ലേ, തൻസിഹ നാസർ നമുക്ക് ഇടയ്ക്ക് ക്ലാസ് ഒക്കെ എടുത്തിരുന്ന അവര് സവജ് ഹയ എന്ന് പറഞ്ഞിട്ട് ഒരു ഇസ്ലാമികമായ രീതിയിലുള്ള കല്യാണം സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ കണ്ണൂർ ജില്ലയിൽ അവർക്ക് ഇതുവരെ ഒരു ഇത് കിട്ടിയിട്ടില്ല. കോഴിക്കോടും മലപ്പുറവും വേറെ ഏതൊക്കെയോ ജില്ലകളിൽ അവർ ചെയ്തിട്ടുണ്ട് മാഷാ അല്ലാഹ്. പക്ഷെ നമ്മളെ ആൾക്കാർക്ക് അതിലൊക്കെ ഒന്നും എത്താൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം. അവരെ ഏൽപ്പിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നടത്തിക്കോ. പക്ഷെ നിസ്കാരത്തിന് ഒരു നല്ലൊരു സൗകര്യം ഏർപ്പാടാക്കുകയും ചെയ്യാം. ആ ഒരു ബോർഡ് ഒരു എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഇപ്പം വാഷ് ടോയ്ലറ്റ് ഇതിനെല്ലാം ബോർഡ് വെക്കുന്നില്ലേ. പിന്നെ അപ്പൊ അതുപോലെ നിസ്കരിക്കാനും ഓതോ ചെയ്യാനുള്ള ഒരു സൗകര്യം ആക്കി കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് ഭയങ്കര പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. കാരണം അങ്ങനെ പലരും ആഗ്രഹിക്കും തിരക്കിനിടയിൽ എവിടെയെങ്കിലും ഒരു നിസ്കരിക്കാൻ ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന്. അപ്പം കുറച്ചൊരു വിശാലമായ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നിസ്കരിക്കും. കാരണം അത്ര മോശക്കാരൊന്നുമില്ല നമ്മളെ മുസ്ലിം ഉമ്മത്ത്. എല്ലാവരും നല്ല ആൾക്കാരെല്ലാം തന്നെയാണ്, നിസ്കരിക്കുന്ന എല്ലാ ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഈ സാഹചര്യങ്ങളിൽ പെട്ടിട്ട് അത് ചെയ്യാന്ന് വെച്ചിട്ട് പിന്നെ ചിലപ്പോൾ കളാന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ എല്ലാവരും ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് അത്രയും ഒന്നല്ല രണ്ടല്ല ഒരുപാട് കാഴ്ചകൾ കണ്ടത് കൊണ്ടുള്ള പ്രയാസം അത്ര തന്നെ. അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ഇവിടെ അല്ലാഹു തആല പറയുന്നത് എന്താ പറയുന്നത്? വലഖദ് അഹ്ലക്നാ മാ ഹൗലകും മിനൽ ഖുറ. വലഖദ് അഹ്ലക്ന നാം തീർച്ചയായും നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്.
മാ ഹൗലക്കും നിങ്ങളുടെ ചുറ്റുപാടുകളിലും ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്ന ഒരുപാട് പേര്, എത്രയോ ആളുകൾ, മിനൽ ഖുറ ഗ്രാമങ്ങളിൽ നിന്ന്, നാടുകളിൽ നിന്ന് എത്രയോ എത്രയോ ആൾക്കാരെ നാം എന്താക്കിയിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തആല പറയുന്നത്. വസറഫ്നൽ ആയാത്ത്, പിന്നെയോ അള്ളാഹുവിന്റെ പല ദൃഷ്ടാന്തങ്ങളും അവർക്ക് വിവരിച്ചു കൊടുത്തിട്ടുമുണ്ട്. വസറഫ്നൽ ആയാത്തി, എന്തിനു വേണ്ടിയിട്ട്? ലഅല്ലഹും യർജിഊൻ, അതായത് പിന്നെ അവര് സത്യത്തിലേക്ക്, യർജിഊൻ എന്ന് പറഞ്ഞാല് മടങ്ങുക, മടങ്ങി വരാൻ വേണ്ടിയിട്ട്, സത്യമായ കാര്യത്തിലേക്ക് അവർ മടങ്ങി വരാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും തെളിവുകളും അവർക്ക് വിവരിച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്നിട്ടും ആളുകള് എന്താണ്, ആ ഒരു ഇതിലേക്ക് വരുന്നില്ല അല്ലെ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ എല്ലാരോടും കൂടി പറയുന്നതാണ്. അതായത് മുൻകഴിഞ്ഞ സമുദായങ്ങള്, അതിൽ പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞത് ആദ് സമുദായത്തിന്റെ കാര്യമായിരുന്നു അല്ലെ. ഇതുപോലെ ഇപ്പൊ ഇവിടെ ഖുറൈശികള് ഇടയിലാണ് അല്ലാഹു തആല ഈ ആയത്ത് ഇറക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നല്ലേ, എന്താണ്, മുൻകഴിഞ്ഞ ജനത എന്താ, ഒരുപാട് അല്ലെ, നിങ്ങൾ ചുറ്റും ഒരുപാട് ജനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമ്മള് നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരുപാട് ഒരുപാട് പിന്നെ ആളുകൾ ഈ വിഷയത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം പിന്നെ ആ പിന്നെ അവരുടെ നിലപാട് കാരണത്താൽ, അവരുടെ പ്രവർത്തനം കാരണത്താല് പിന്നെ അവരെ നശിപ്പിച്ചിട്ടുമുണ്ട് അല്ലെ. അള്ളാഹുവിന്റെ ദൂതന്മാരെ നിഷേധിച്ച ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. അഹങ്കാരം നടിക്കുകയും പിരിഞ്ഞു കളയുകയും ഒക്കെ ചെയ്ത സമയത്ത് എന്താണ് ശിക്ഷിക്കുന്നതിന് മുമ്പ് അവർക്ക് എന്താക്കിയിട്ടുണ്ട്, ഒന്നും പറയാതെ അങ്ങ് ശിക്ഷിക്കുകയാണോ ചെയ്തത്? അല്ല അല്ലെ, ഒന്നും പറയാതെ അല്ല ശിക്ഷിച്ചത്. അവരോട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഉപദേശങ്ങൾ നൽകി, മുന്നറിയിപ്പ് നൽകിയില്ലേ, പ്രവാചകന്മാരെ നിരന്തരം അയച്ചു കൊടുത്ത് പിന്നെ മുന്നറിയിപ്പൊക്കെ നൽകി, വ്യക്തമായ തെളിവുകൾ നൽകി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളും നൽകി അല്ലെ. എല്ലാം ചെയ്തിട്ടാണ് എന്താക്കിയത്, അള്ളാഹുവിന്റെ ശിക്ഷ വന്നത്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ അവർക്ക് മുമ്പിലേക്ക് വന്നിട്ടും അവരെന്താക്കിയിട്ടില്ല, അവരാ സത്യത്തിലേക്ക് വന്നിട്ടില്ല അല്ലെ. അവർക്ക് ആ ഒരു സത്യത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല, മടങ്ങിയില്ല. അതാണ് അള്ളാഹു ആയാത്ത് അല്ലെ. അള്ളാഹു എന്താണ്, സത്യത്തിന്റെ തെളിവുകള് മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പല രീതിയിലും ആവർത്തിച്ച് വിശദീകരിച്ചു കൊടുത്തു. അതാണ് വലഖദ് സർറഫ്നൽ ആയാത്ത്, എന്തിനു വേണ്ടിയിട്ട്? ലഅല്ലഹും യർജിഊൻ, അവര് മടങ്ങി വരും, തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ. പക്ഷെ അവരെന്താക്കുന്നില്ല, അവരൊന്നും ആ രീതിയിലേക്ക് വന്നില്ല എന്നാ പറയുന്നത് അല്ലെ. അല്ലാഹു അക്ബർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇപ്പം പിന്നെ ഈ ആദ് സമുദായം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അഹ്കാഫ് ആണെന്ന് അല്ലെ. അതിന്റെ ചുറ്റുഭാഗത്ത് വേറെ ആൾക്കാരുണ്ടായിരുന്നു, വേറെ ഗോത്രങ്ങൾ, അതായത് സമൂദ് ഗോത്രം. ഹിജാസിനും ഷാമിനിടയില് സമൂദ് ഗോത്രം, ഫലസ്തീനില് സദൂം ഗോത്രം, പിന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത, പിന്നെ യമനിൽ മദിയയില് സബ ഗോത്രം. അങ്ങനെ ചുറ്റുപാടുള്ള ആളുകൾ, അതാണ് ഹൗലക്കും പറഞ്ഞത് അല്ലെ. പിന്നെ അവരുടെ ചുറ്റിലുള്ള ആളുകൾ. അപ്പം ഇതെല്ലാം ഈ പറഞ്ഞ അവരോട് ഇതിന്റെ എല്ലാം അനന്തര ഫലങ്ങൾ അവർ കണ്ടതാ, അവരറിഞ്ഞതാ. എന്നിട്ടും പിന്നെ അവരെന്താക്കിയിട്ടില്ല, അവർക്ക് വിശ്വാസത്തിലേക്ക്, ശരിയായ വിശ്വാസത്തിലേക്ക് വരുന്നിട്ടില്ല അല്ലെ. അവരെ നിലപാട് അവർ മാറ്റിയിട്ടില്ല. അവരെപ്പോഴും അപ്പോഴും വിശ്വസിച്ചത് എന്താണ്, ഈ പറഞ്ഞ ദൈവങ്ങൾ അല്ലെ എന്ന് പറയുന്ന അവര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകള് അള്ളാഹുലേക്ക് നമുക്ക് സാമീപ്യം, അള്ളാഹുവിന്റെ ആ ഒരു ഇത് അള്ളാഹുലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ള ഒരു
വിശ്വാസത്തിലാണ് അവരുണ്ടായിരുന്നത്, അല്ലെ? പക്ഷെ അവർക്ക് എന്തായിട്ടില്ല, അവർക്ക് യാതൊരു സഹായം ആരുടെ ഉണ്ടായിട്ടില്ല. അവർക്കത് മനസ്സിലാവുന്നില്ല ഇന്നും ഇപ്പോഴും, അല്ലെ? നമ്മൾ ഈ ഒരു തൗഹീദ്, യഥാർത്ഥ ഏകദൈവ വിശ്വാസം നമ്മൾ പറയുമ്പോ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരിലേക്ക് നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാതെ ഇപ്പോഴും പണ്ടേ ഉള്ള ആ ഒരു നിലപാടിൽ തുടരുന്ന എത്ര ആൾക്കാരുണ്ടല്ലേ. ഒറ്റ മിനിറ്റ്. അപ്പൊ പിന്നെ അല്ല, ഇപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത എത്രയോ ആൾക്കാരുണ്ട്. മരണപ്പെട്ടു പോയ മഹാന്മാരായ പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെ, ബദരീങ്ങളെയും ഹദീങ്ങളെയും പല ഷെയ്ഖന്മാരെയും, അല്ലെ, മൊഹീദ്ദീൻ ഷെയ്ഖിനെയും അങ്ങനെ പലതും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവരോട് നമ്മൾ അങ്ങനെ പറയുമ്പോ പറയും, നമ്മൾ അവരൊന്നും ആരാധിക്കുന്നില്ല. ആരാധിക്കുമ്പോ അല്ലേ തെറ്റാകൂ? നമ്മൾ അള്ളാഹിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. അവരോട് നമ്മൾ ദുആ ചെയ്യുന്നത് എന്തിനാന്ന്? അള്ളാഹുലേക്ക് നമുക്ക് സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹിനോട് അവർ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ന്യായം പറയൂലേ. ഇപ്പോഴും ഇപ്പോഴും അത്തരം തെറ്റായ വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ പറഞ്ഞ മുൻകഴിഞ്ഞ സമുദായങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നത് അവര് ഈ രീതിയിൽ അവരുടെ വിശ്വാസം ശരിയാകാത്തത് കൊണ്ടാണ്. അവരുടെ വിശ്വാസം ശരിയാകാത്തത് കൊണ്ടാണ്. ഇപ്പോഴും അല്ലെ, ഇപ്പോഴും എന്താ പറയാ, യുക്തിവാദികളായ ആളുകൾ ഓരോന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ എന്താണല്ലേ? അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അവർക്കൊന്നും അല്ലെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ലല്ലോ. അപ്പോ പിന്നെ നമ്മൾ ഓരോരുത്തരും കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. നമുക്കറിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം. അള്ളാഹു അവർക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്ക് ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാനും അവർക്ക് കേട്ടാൽ അത് ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അതായത് ഇപ്പോഴും ശിർക്കൻ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അത് അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വിശ്വസിച്ചിട്ട് അള്ളാഹിന്റെ സാമീപ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയില് അള്ളാഹ് നമ്മളോട് നേരത്തെ ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറെ ആൾക്കാർ പല അനുഭവങ്ങൾ ഷെയർ ചെയ്ത് പറഞ്ഞില്ലേ, അല്ലെ? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, അല്ലെ? ഇന്നി ഖരീബ്. അള്ളാഹു എന്താ പറഞ്ഞ, ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ട്, നീ ചോദിച്ച് ഞാൻ ഉത്തരം തരാം. ദുഊനി അസ്തജിബ് ലക്കും, അല്ലെ? നീ ചോദിച്ചോ, ഞാൻ ഉത്തരം തരാം. അങ്ങനെ അള്ളാഹു താല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിൽ വേറൊരാൾ ആവശ്യമില്ല, അല്ലെ? നമ്മൾ പറയുന്നത് കാണാനും കേൾക്കാനും ഉത്തരം നൽകാനും കഴിവുള്ളവനാണ് നമ്മളെ റബ്ബ്. നമ്മളെ റബ്ബിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ശരിക്കും നമ്മൾ എത്ര വലിയ സൗഭാഗ്യവാന്മാരാണ്. നമുക്ക് ഖുർആൻ പഠിക്കാൻ അവസരമുണ്ട്, അല്ലെ? തഫ്സീർ പഠിക്കാൻ അവസരമുണ്ട്, ഹദീസ് പഠിക്കാൻ ഇപ്പൊ അള്ളാഹു അവസരം തന്നു. അതുപോലെ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന പഠിക്കാൻ, എല്ലാം നമുക്ക് അള്ളാഹിനെ കുറിച്ച് അറിയുന്ന അറിവുകളാണ്, അല്ലെ? നമ്മൾ പഠിക്കുന്ന ഇൽമിന ഏതൊരു ഇൽമിനേക്കാളും മികച്ചതാണ് എന്ത്? നമ്മളെ റബ്ബിനെ കുറിച്ചുള്ള അറിവുകൾ. നിങ്ങൾ ഓരോരുത്തരാണ് ഇപ്പം ഏറ്റവും പിന്നെ ഉയർന്ന ഡിഗ്രിയിലുള്ള ആൾക്കാർ. നിങ്ങൾ വിചാരിക്കണ്ട, ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ വലിയ വലിയ തലപ്പത്ത് നിൽക്കുന്ന പല കോഴ്സുകൾ ചെയ്തിട്ട് വലിയ വലിയ ഉന്നതമായ ഒരുപാട് ശമ്പളം കിട്ടുന്ന, സാലറി കിട്ടുന്ന, ജോലി ചെയ്യുന്ന ആളുകളാണ് ഭയങ്കര ഉയർന്ന തലത്തിലുള്ളത് എന്ന് വിചാരിക്കണ്ട. അവരെക്കാളെല്ലാം ഏറ്റവും ഉയർന്ന ഡിഗ്രിയാണ് എന്ത്? ഖുർആൻ പഠിക്കുന്ന, അള്ളാഹിനെ കുറിച്ച് പഠിക്കുന്ന, പ്രമാണങ്ങൾ പഠിക്കുന്ന, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുന്ന ഇങ്ങനെയുള്ള കോഴ്സുകൾ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ മുൻകഴിഞ്ഞ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകൾ നമ്മൾ നിസ്സാരമായി കാണാതിരിക്കുക. മുൻകഴിഞ്ഞ ചരിത്രങ്ങളിൽ നിന്നുള്ള ആ ഗുണപാഠം നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഓർമ്മിക്കാം. അള്ളാഹു ശിക്ഷിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് വ്യക്തമായ തെളിവുകൾ നൽകും, അല്ലെ? അത് എന്തിനാണെന്നറിയോ? ന്യായവാദം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നല്ലോ ഇങ്ങനെയായിരുന്നല്ലോ പറയാതിരിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ഖുർആനിൽ ഓരോ ദൃഷ്ടാന്തങ്ങൾ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അല്ലേ? ഈ ചരിത്ര തന്നെ എത്ര തവണയാ പറയുന്നതില്ലേ? സുബ്ഹാനല്ലാഹ്. അതെന്തിനാന്നറിയോ? എന്തിനാ? അത് മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞതന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു തരുമ്പോ ഞാൻ ആദ്യം വിചാരിക്കും ഇവർക്കെല്ലാം ബോറടിക്കുന്നുണ്ട്. പക്ഷെ മാഷാ അല്ലാഹ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. പറയുന്ന എനിക്കും അതൊന്നും കൂടി ബെറ്റർ ആക്കാൻ കഴിയും. കേൾക്കുന്ന നിങ്ങൾക്കും അൽഹംദുലില്ലാ അല്ലെ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നല്ലതാ. വതവാസൗ ബിൽ ഹഖ് അല്ലെ, വതവാസൗ ബിസ് സബ്ർ എന്നല്ലേ പറഞ്ഞത്. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കാം. അത് നമ്മൾ വിശ്വാസികളെ മേലെ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. സത്യമായ കാര്യങ്ങൾ അല്ലെ, അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാനുള്ളത്. പിന്നെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന പറയുമ്പോ അവിടെ വിജയമുണ്ട് അല്ലെ? അവിടെ എങ്ങനെയാന്ന് പറയാം വിജയം? നമ്മൾ ഒരാളെ തെറ്റ് കണ്ടാല് ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അതായത് അവർക്ക് വന്ന അനുഭവം, ശിക്ഷ, അത് അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേ വേണ്ടത്. അല്ലാതെ അവരെ പോലെ ആകാനല്ല നമ്മൾ നോക്കേണ്ടത് അല്ലെ? പിന്നെ തൗബ, അതെപ്പോഴും നമ്മളെ മുമ്പിൽ അള്ളാഹു താല തുറന്നു വെച്ചിട്ടുള്ളത്. തൗബയുടെ വാതിൽ നമുക്ക് പൂർണ്ണമായി അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്താകണം? തിരിയണം, മടങ്ങണം. ശിക്ഷ വന്നതിന് ശേഷമല്ല പശ്ചാത്തപിക്കേണ്ടത് അല്ലെ? ശിക്ഷ വന്നതിന് ശേഷം പശ്ചാത്തപിച്ചിട്ടില്ല ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ശിക്ഷ വരുന്ന, അതായത് നമ്മളെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് അള്ളാഹുലേക്ക് എന്താക്കാം? ഖേദിച്ച് മടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. തീർച്ചയായും അള്ളാഹു ഖേദിച്ച് മടങ്ങുന്നവരുടെ പശ്ചാത്താപ അല്ലാഹു തആല സ്വീകരിക്കും, ഉറപ്പായിട്ടും. അതിൽ യാതൊരു സംശയവും വേണ്ട. ആർക്കും ഒരു സംശയം വേണ്ട, ആവശ്യമില്ല. പിന്നെ അതുപോലെ അഹങ്കാരം അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം അത് നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കാം. പിന്നെ അതുപോലെ ശരിക്കും പറഞ്ഞാല് ഈ മുന്നറിയിപ്പുകൾ, ഓരോ മുന്നറിയിപ്പുകളും താക്കീതുകളും എന്താണ്? അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ശിക്ഷയല്ല അല്ലെ? നമ്മളെ അള്ളാഹു താലാക്ക് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ പറഞ്ഞിരുന്നത്, നമ്മളെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ചിന്തിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു ചെറിയൊരു പോസ്റ്റ് രാവിലെ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് വേറൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്. അതൊന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, നന്മയായ എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മരണം വരെ നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നന്മ പോലും നിസ്സാരമായി കാണാതെ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ആ ഒരു പോസ്റ്റ് ജസ്റ്റ് വായിക്കാം. ശൂന്യമായ ഒരു ഹൃദയവുമായാണ് ഇന്ന് എഴുതാനിരുന്നത്. പലപ്പോഴും മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും. കാരണമൊന്നും വ്യക്തമായിരിക്കില്ല. എന്നിട്ടും എന്തോ ഒരു ഭാരം ഹൃദയത്തിൽ കിടക്കുന്നത് പോലെ ആരോടെങ്കിലും സംസാരിക്കണമെന്ന് തോന്നും. പക്ഷെ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ഉള്ളിൽ എത്ര കൊടുങ്കാറ്റ് വീശിയാലും പുറത്തൊരു പുഞ്ചിരി ധരിച്ച് ജീവിക്കാൻ നാം പഠിക്കുന്നു. പക്ഷെ ഒരു ചോദ്യം, മനുഷ്യർക്ക് നൽകാൻ കഴിയാത്ത മനസ്സമാധാനം ഞാൻ എന്തിനു മനുഷ്യരിൽ നിന്ന് അന്വേഷിക്കണം? ആ ചിന്തയാണ് എന്നെ എന്റെ റബ്ബിലേക്ക് തിരിച്ചത്. നാവ് ദിക്റുകൾ കൊണ്ട് നനഞ്ഞു, ഇസ്തിഗ്ഫാർ വർദ്ധിച്ചു. അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി. പതിയെ ഹൃദയത്തെ മൂടിയിരുന്ന ആ ഭാരം മാറി തുടങ്ങി. അപ്പോൾ മനസ്സിൽ തെളിഞ്ഞത് അള്ളാഹുവിന്റെ ഈ വചനമായിരുന്നു. എന്താണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവെ സ്മരിക്കുന്നതിലൂടെ അല്ലാതെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുകയില്ല. പിന്നീട് മറ്റൊരായത്തും, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന്റെ മനസ്സ് അവനോട് മന്ത്രിക്കുന്നത് എന്താണെന്നും നമുക്കറിയാം. അവന്റെ കഴുത്തിലെ നരമ്പിനെക്കാളും ഞാൻ അടുത്തതാണ്. ഈ ആയത്ത് വായിച്ചപ്പോ ഒരു കാര്യം മനസ്സിലായി. എന്താണ്? എന്റെ ഹൃദയത്തിന്റെ ഭാഷ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഞാൻ പറയാതെ സൂക്ഷിച്ച വേദനകളും പറയാൻ വാക്കുകൾ കിട്ടാത്ത നെടുവീർപ്പുകളും എന്റെ കണ്ണുകൾ കരയുന്നതിന് മുമ്പേ എന്റെ റബ്ബിന് അറിയാമായിരുന്നു. സുബ്ഹാനല്ലാഹ്. കണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഹൃദയത്തിന് ഒരു മൂടൽ വരാറുണ്ട്. അപ്പോൾ ഞാൻ
ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം അള്ളാഹുവിനോട് പാപമോചനം തേടും. അള്ളാഹു അക്ബർ. അള്ളാഹുവിനോട് ഏറ്റവും അടുത്തിരുന്ന ഹൃദയം പോലും ഇസ്തിഗ്ഫാറിലേക്ക് മടങ്ങിയിരുന്നെങ്കിൽ. ഈ ഒരു പോയിന്റ് ആണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഇത്രയും സമയം ഈ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാൻ കാരണം തന്നെ ഇതാണ്. അള്ളാന്റെ റസൂലിന് ഹൃദയത്തിന് ഒരു മങ്ങല് പോലെ ഒരു മൂടല് വരുമ്പോ അള്ളാന്റെ റസൂല് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യും, അള്ളാന്റെ പാപമോചനം തേടും. അപ്പൊ നമ്മൾ ഓരോരുത്തരും, നമുക്ക് തോന്നാറില്ല ചില സമയങ്ങളിൽ എന്തോ ഒരു ഈമാൻ കുറഞ്ഞ പോലെ, എന്തോ ഒരു ഒന്ന് ചെയ്യാനൊരു ഒരിതില്ലാത്ത പോലെ, അങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ലേ? എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ സത്യം എനിക്ക് ഈ ഒരു കാര്യം ഉണ്ടല്ലോ ഭയങ്കര പിന്നെ അനുഭവിച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഇസ്തിഗ്ഫാർ ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കും. എനിക്കിങ്ങനെ പലപ്പോഴും ഈ ചില സമയത്ത് നമ്മളെ മനസ്സിങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ, തീരെ ഒരു ഇത് കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാവും ചില സമയത്ത് അല്ലെ. അന്നേരം ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോണ്ടല്ലോ ശരിക്കും ആ ഒരു നമുക്ക് ആ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത് ഈമാനിനെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ഫീലിംഗ്. പിന്നെ ലോ ആവുമല്ലോ ചില സമയത്ത്. എനിക്ക് അങ്ങനെ ആവാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ചില ആൾക്കാർക്കൊക്കെ എപ്പോഴും നല്ല ഈമാനായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ ഈമാൻ എപ്പോഴും കൂടിയും കുറഞ്ഞും ഇരിക്കും എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹൃദയം അസ്വസ്ഥമാകുമ്പോ എന്താക്കണം? അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയണം. നമ്മൾ ഓടേണ്ടത് നമ്മളെ ജനങ്ങളിലേക്കല്ല, നമ്മളെ കൂട്ടുകാരിലേക്കല്ല, അല്ലെ നമ്മളെ പ്രിയപ്പെട്ടവരിലേക്കല്ല. നമ്മൾ മടങ്ങേണ്ടത് എങ്ങോട്ടേക്കാണ്? നമ്മളെ റബ്ബിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങുക, അള്ളാഹുവിലേക്ക് കൂടെ അല്ലെ. ഫഫിറൂ ഇലല്ലാഹ്. അള്ളാഹുവിനോട് അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അങ്ങനെയാണ് ചെയ്യാറുള്ളതെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? ഒരു ദിവസം എത്ര ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്? ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം. ഇന്ന് മനുഷ്യൻ സമാധാനത്തിനായി പല വാതിലുകളും മുട്ടുന്നു. കൗൺസിലിംഗ്, ഹീലിംഗ്, സെൽഫ് തെറാപ്പി അല്ലെ, അങ്ങനെ പലതിനും അവരുടെ അവയിൽ പലതിനും അവരുടെ സ്ഥാനവുമുണ്ട്. ചിലപ്പോൾ അവ സഹായിക്കും ചെയ്യും. പക്ഷേ ഹൃദയത്തെ സൃഷ്ടിച്ചത് മനുഷ്യനല്ല. അതുകൊണ്ട് ഹൃദയത്തിന്റെ യഥാർത്ഥ മരുന്നും മനുഷ്യന്റെ കൈകളിലല്ല. ചില ശൂന്യതകൾ ഒരു സുഹൃത്തിനെ കൊണ്ട് നിറയില്ല. ചില വേദനകൾ ഒരു സംഭാഷണം കൊണ്ട് മാറില്ല. ചില മുറിവുകൾ സമയം പോലും സുഖപ്പെടുത്തില്ല. അവ നിറയ്ക്കാൻ കഴിയുന്നത് ഹൃദയങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ ഇതിന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഷ്കാത്തിന്റെ എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്ത്, യാസിൻ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിന്. ഇത് കണ്ണിൽപ്പെട്ട് വായിച്ചവരുണ്ടാകാം, വായിക്കാതെ ശ്രദ്ധിക്കാതെ പോയവരുണ്ടാകാം. പറ്റുമെങ്കിൽ ആ പോസ്റ്റ് എടുത്ത് ഒന്നും കൂടി മനസ്സിരുത്തി ഒന്ന് വായിക്കാം. നമ്മളെ മനസ്സിന്റെ ചിന്താഗതികളൊക്കെ എന്താണ്, ഏത് രീതിയിലാണ് എന്നൊക്കെ ഒന്ന് വിലയിരുത്തുക. നല്ല നല്ല ചിന്തയോടുകൂടി അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിലേക്ക് തിരിയുന്ന ഹൃദയവുമായി കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഹീലിംഗിലേക്കോ മറ്റേ കൗൺസിലിങ്ങിലേക്കോ തെറാപ്പിയിലേക്കോ അതൊന്നും വേണ്ടാന്നല്ല, അതൊന്നും ചെയ്യുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എല്ലാം ഒന്നും നമുക്ക് അനുവദിച്ചതല്ല. അപ്പൊ അനുവദിച്ച കാര്യങ്ങളിലേക്ക് തിരിയാ, പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടും അള്ളാഹുവിലേക്ക് തിരിയാ എന്നുള്ളത് തന്നെ നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് റബ്ബിലേക്ക് പുറമായും തിരിയാൻ, റബ്ബിലേക്ക് പുറമായും സമർപ്പിക്കാൻ, തവക്കുൽ ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت
അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ടമറു മീറ്റിംഗ് ഉണ്ട് ചെയ്തോ ഇൻഷാ അല്ലാ. ഓക്കെ ആശ. ഇൻഷാ അല്ലാ.